ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു, ഞാനതിൻ്റെ ഫ്രൂട്ടായിട്ടും വെജായിട്ടും കാണുന്നൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്. അപ്പം ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് എനിക്ക് പല വിഭവങ്ങളും നിങ്ങൾ എൻ്റെ ചാനലിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ട് നമ്മളൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റും, ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലോണം ഫൈനായിട്ട് തന്നെ പാലിൽ അരച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട്, കുറേ അരക്കണം, കുറേ മുറിക്കണം, ആവി കയറ്റണം, കുറുക്കണം. അപ്പം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ഇതുണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. അപ്പം നമുക്ക് ഈ മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരച്ചെടുത്ത മിക്സിയിൽ നമുക്ക് ഒരു ബൗളിൽ വെണ്ണ ചൂടാക്കി, ആ ചൂടായി വരുന്ന വെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മളതിനെ നല്ലോണം കുറുക്കിയെടുക്കണം. കാരണം ഈ ക്യാരറ്റിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പാലിൽ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ഈ മിക്സ് ഒന്ന് കുറുകി വരണം. നമുക്കതൊരു പിടി പോലെ ആക്കി എടുക്കാനുള്ളതാണ്, കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് കുറുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറുകി വരാനും വേണ്ടി നമുക്ക് ഇത്തിരി റവ ചേർക്കാം. നമുക്കൊരു സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ റവ ചേർക്കണം. അതുപോലെ തന്നെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പും ചേർക്കണം. പിന്നെ ടേസ്റ്റിന് വേണ്ടി നമുക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കണം. നല്ലോണം കുറുക്കി വരണം. നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്കൊരു ബോളാക്കി കിട്ടുന്ന രീതിക്കുള്ള അത്രയും കുറുകി വരണം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് അതിനെയൊന്ന് കുഞ്ഞു ബോൾസാക്കി എടുക്കാം. നമ്മൾ ബോൾസാക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ബോളാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത്തിരി വെണ്ണ, ബട്ടർ എന്തെങ്കിലും കയ്യിൽ തടവിയതിന് ശേഷം നിങ്ങൾ കുഞ്ഞു ബോൾസാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് ബോൾസാക്കി എടുക്കാം. ഈ ക്യാരറ്റ് ബോൾസിനെ നമുക്ക് ഒരു സ്റ്റീമറിൽ നമുക്ക് ആവി കയറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ആവി കയറ്റിയാൽ മതിയായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്, അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതപ്പോഴത്തേലും ആവി കയറാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വേവിച്ച പാത്രം തന്നെയാണ്. അതിന് നമുക്ക് പാലൊഴിച്ചിട്ട് ആ പാലിൽ നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മൾ ക്യാരറ്റിൽ മധുരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മധുരം അനുസരിച്ചിട്ട് മാത്രം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ മതി. ചിലർക്ക് ഭയങ്കര മധുരം ഇഷ്ടമായിരിക്കും, ചിലർക്ക് അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലോണം കുറുകി വരേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കുറുക്കിയെടുത്തിട്ട്
ഇപ്പം നമ്മളുടെ ഈ മിക്സ് പാലിൻ്റെ മിക്സൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു നമ്മൾ സെർവ് ചെയ്യണേ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വെക്കുന്നത് ആ പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ബോൾസ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് അതും കൂടെ നല്ലോണം തണുക്കാൻ വേണ്ടി വെക്കണ്ട, നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വരെ അത് വെച്ചോ. കാരണം നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ബോൾസിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സും ഈ പാലിൻ്റെ മിക്സിൽ ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോട്ടെ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയ വലിയ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കും. ഇതിൽ ഞാൻ ഇട്ട പേര് ക്യാരറ്റ് മലായി എന്നാണ്. കാരണം എനിക്കൊരു മലായി, നമ്മളെ രസ്മലായി കഴിക്കുന്നൊരു പോലെ അതിൽ മിൽക്കിൻ്റെ പേട പോലത്തേതാണെങ്കിൽ ഇതിൽ ക്യാരറ്റിൻ്റെ മാത്രം.